ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറച്ചു മുമ്പ് ഒരു മെഡിക്കൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, നവീന്റെ മാറ്റർ ഡിസ്കസ് ചെയ്യാൻ. ആക്ച്വലി ശരീരം കാണിക്കുന്നത് ഏതോ വിഷം ഉള്ളി ചെന്ന പോലെയാ. പക്ഷേ അങ്ങനെ ഒരു കാര്യമുള്ളതായി ഒരു ടെസ്റ്റ് റിസൾട്ടിലും ഇല്ല. എവിടെയായിരുന്നു നീ ഇതുവരെ? എന്താ ഫോൺ എടുക്കാത്തെ? അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിനക്കൊരു ആപത്ത് പറ്റിയാല് എന്റെ മനസ്സെന്നോട് പറയില്ലേ? എന്നിട്ട് എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നേന്നല്ലേ? കൃഷ്ണേ, സുനന്ദേ, എന്റെ മോള് വന്നു. എന്റെ സുനന്ദേ, നടന്ന കാര്യങ്ങൾ പറഞ്ഞാല് എന്തിനെങ്ങനെ കരയുന്ന? എനിക്ക് നിന്നെ കാണാഞ്ഞതിലുള്ള വേദനയായിരുന്നു മോളെ. ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ അമ്മ? എന്റെ സുനന്ദേ, തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആരുടെ മുഖം കണ്ടിട്ട് പോലുമില്ല. വീട്ടിൽ നിന്ന് ഭാര്യയെ വിളിച്ചിരുന്നു, സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പമാവും എന്നൊക്കെ അവരോട് പറയാൻ പറ്റുമോ? എന്തൊക്കെ ഇവിടെ നടന്നേന്നറിയോ? തങ്കേച്ച് കുഴഞ്ഞു വീണു, ആശുപത്രിയിലായി. തങ്കത്തിനോട് ഇതൊക്കെ ആരാ പറഞ്ഞ്? അത് നിങ്ങൾ രണ്ടുപേരും കാണാതായപ്പോ നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവുമെന്ന് കരുതി ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഓ, അങ്ങനെ സംശയം തോന്നി ഇറങ്ങി പുറപ്പെട്ടതാ. ഭാഗ്യത്തിനാ ഞാൻ കണ്ടുപിടിച്ചത്. അല്ലായിരുന്നെങ്കി മോളെവിടെ പോയി? അച്ഛൻ വരാതെ സ്കൂളിൽ പോകില്ലാന്നും പറഞ്ഞ് ബഹളം വെച്ചതാ. ഇവിടെ ഇരുന്ന് കരയണ കാണാൻ വയ്യാഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. ആ പോട്ടെ, ഒരു ചീത്ത സ്വപ്നം കണ്ടതുപോലെ എല്ലാം മറന്നേക്ക്. ഞാനും അതിനാ ശ്രമിക്കുന്നത്. തീർന്നു നിന്നെ കരുതിയതാടി. ഭാഗ്യക്കുറി വിൽക്കുന്നവനെ എവിടെയോ ഇത്തിരി ഭാഗ്യം കിടപ്പുണ്ട്. ദൈവ അവതാരം എടുത്ത് വരുന്ന കഥകളൊക്കെ അമ്മ പറയാറില്ലേ? അതുപോലെ ഒരാളായിരുന്നു ആ ലോറിയിൽ വന്നതും. അയാള് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ വരെ കൊണ്ടുവിട്ടു. ഇടയിലിറങ്ങി വേറെ വണ്ടി വിളിച്ചു പോയിക്കോളാന്ന് പറഞ്ഞിട്ടും കേട്ടില്ല. ആ മോൻ ഏതായാലും അവനെ ദൈവം രക്ഷിക്കട്ടെ. ഇതിനൊക്കെ പിറകില് ആ സുന്ദരി തന്നെയാവും. അവളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് അബദ്ധമായി പോയി. അതെ, നീ ഇന്നാള് സർപ്പക്കള്ളം വരയ്ക്കാൻ പോയില്ലേ? അവിടുത്തെ മുത്തശ്ശിയെ വിളിക്കുന്നേ. കുറെ തവണയായി വിളിക്കുന്നു. എന്തിനാ? അവിടുത്തെ ചെറുക്കന് സുഖമില്ല. ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞു എന്നാ പറയുന്നേ. സർപ്പക്കള്ളം വരച്ച പെൺകുട്ടി ഒരു ചരട് കെട്ടിക്കൊടുത്താ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്നാ പറഞ്ഞേ. ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ, കൃഷ്ണമോള് തിരിച്ചെത്തിയോ? ആ, മോളെത്തി. ഒന്ന് വരാൻ പറയൂ ആ കുട്ടിയോട്. പൂജാരി ഒരു ചരട് ജപിച്ചു തരും. അതൊന്ന് ആ മോള് കെട്ടിക്കൊടുക്കണമെന്നേ ഉള്ളൂ. അല്ല, അത് പറ്റില്ല എന്ന് പറയരുത്. ഒരു ജീവൻ രക്ഷപ്പെടുന്ന കാര്യമാ. ഞങ്ങളുടെ തറവാട്ടിലെ അടുത്ത തലമുറയാണ്. തങ്കം ഒന്ന് സഹായിക്കണം. ഞാൻ അവളോട് പറയാം. അവളെ അയക്കാം, ഉറപ്പ്. സന്തോഷം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ വിളിക്കാം. എന്നിട്ട് ഡ്രൈവറെ അയക്കാം. മോളെ അതില് വിട്ടാ മതി. ആയിക്കോട്ടെ. വരാനും സമ്മതിച്ചോ അമ്മേ? വരും. സമ്മതമാണെന്നാ പറഞ്ഞേ. ഈശ്വര, ഒട്ടും വൈകാതെ കുട്ടി എത്തിയാൽ മതിയായിരുന്നു. ഇതുവരെ വിളിച്ചപ്പോഴൊക്കെ അവര് കരയായിരുന്നു മോളെ. അതാ അമ്മ മറുത്തൊന്നും പറയാതിരുന്നേ. ഒരു ജീവൻ രക്ഷപ്പെടുന്ന കാര്യമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല.
പക്ഷേ അവിടെ എന്നെ കണ്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. അത് ആലോചിക്കുമ്പോഴാ. എന്ന് പറഞ്ഞ ഞാനവരോട് വാക്ക് പറഞ്ഞതല്ലേ? അമ്മയുടെ വാക്ക് ഞാൻ തെറ്റിക്കില്ല. നമ്മുടെ ജീവന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ലെങ്കിലും നമ്മളെ കാരണം ഒരാളെ രക്ഷപ്പെടാന്ന് വെച്ചാ അത് വലിയൊരു കാര്യല്ലേ അമ്മേ? തൊട്ടുരിയാടാതെ വേണം രോഗിയുടെ കയ്യിൽ ഈ ചരട് കെട്ടിക്കൊടുക്കാൻ. ആശുപത്രിയിലേക്ക് ഇയാള് കുട്ടിയെ കൊണ്ടുപോകും. കുട്ടിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. രോഗി കിടക്കുന്ന മുറിയും കാണിച്ചു കൊടുക്കണം. മനസ്സിലായോ? ലക്ഷണങ്ങളിൽ കണ്ടത് രക്ഷകയാകേണ്ടത് കുട്ടി തന്നെയാണെന്നാ. നല്ല മനസ്സോടെ പോയി വരും. പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യാൻ തിരുമേനി. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ആയിക്കോട്ടെ, ദാ വാങ്ങിക്കൊള്ളൂ. ഡോക്ടർ, ശരിക്കും എന്താ എന്റെ മോന്? കുറച്ചു മുമ്പ് ഒരു മെഡിക്കൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നവീന്റെ മാറ്റർ ഡിസ്കസ് ചെയ്യാൻ. ആക്ച്വലി ശരീരം കാണിക്കുന്നത് ഏതോ വിഷം ഉള്ളി ചെന്ന പോലെയാ. പക്ഷേ അങ്ങനെ ഒരു കാര്യമുള്ളതായി ഒരു ടെസ്റ്റ് റിസൾട്ടിലും ഇല്ല. എനിവേ, ഒരു 12 മണിക്കൂറൂടെ നമുക്ക് നോക്കാം. എന്നിട്ടും ഓക്കെ ആയില്ലെങ്കിൽ ബാംഗ്ലൂരിലെ KRS ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ഡീറ്റെയിൽസ് മുഴുവൻ അയച്ചിട്ടുണ്ട്. അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഡോക്ടർ, എല്ലാം ശരിയാവും, സമാധാനിക്കും. വിഷം ഒളിച്ചതാന്ന് പറയുന്നു, എന്നാ അതിന് തെളിവുമില്ല. അമ്മ പറഞ്ഞത് സത്യമാണ് കുഞ്ഞെ. ഇതൊക്കെ സർപ്പദോഷത്തിന്റെ ലക്ഷണങ്ങളാ. ഇതൊന്നും പെട്ടെന്നൊന്നും ആരെ കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? അമ്മ നവീന് വേണ്ടി എന്തോ പ്രത്യേക പൂജ നടത്തുന്നുണ്ട്. നാഗദൈവങ്ങളെ പ്രസാദിച്ച എന്റെ മോൻ കണ്ണു തുറക്കും. സാറിന്റെ ഈ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല അമ്മേ. സാറിന്റെ പ്രസരിപ്പ് കണ്ടിട്ട് അസൂയോടെ സംസാരിച്ച ഒരാളാ ഞാൻ. എന്നിട്ടും നാഗദൈവങ്ങളെ കാക്കും. അവരെന്റെ മോനെ രക്ഷിക്കും മാണിക്കുഞ്ഞെ.